ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു HSN. സോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. സോ അതിനു മുമ്പ് നമുക്ക് ലാസ്റ്റ് വീക്കിലെ ട്രേഡ്സ് ഒക്കെ ഒന്ന് നോക്കാം. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ട്രേഡ് ഓൺ മൺഡേ ദിസ് ഈസ് അവർ ഫസ്റ്റ് ട്രേഡ്. ദിസ് TP ഹിറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് അവർ സെക്കൻഡ് ട്രേഡ്. ദിസ് ഈസ് ഓൾസോ TP ഹിറ്റ്. തേർഡ് ട്രേഡ് ഒരു ബൈ എൻട്രി സ്കാൽപ്പിംഗ് ആണ്, TP ഹിറ്റ് ആണ്. ഫോർത്ത് ട്രേഡ് SL ഹണ്ട് ആണ്. ഒരു ലോങ് പൊസിഷൻ നമ്മൾ ട്രൈ ചെയ്തു, ബട്ട് അവിടെ നിന്നൊരു മാർക്കറ്റ് ഡൗൺഫോൾ വന്നു. സോ അത് ഈ ഒരു ട്രേഡ് SL ഹണ്ട് ആണ്. ആഫ്റ്റർ ദാറ്റ് വി ഗോട്ട് എ സെൽ എൻട്രി, ദാറ്റ്സ് ഓൾസോ TP ഹിറ്റ്. അതിനുശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺഫോൾ വന്നു. ആ ഡൗൺഫോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൈ എൻട്രി കിട്ടി, അതും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നല്ലൊരു ലോങ് പൊസിഷൻ നമ്മൾ ട്രൈ ചെയ്തു. ഈ ഒരു ലോങ് പൊസിഷൻ നമ്മൾ ഇവിടെ ട്രൈ ചെയ്താണ്, ബട്ട് മാർക്കറ്റ് അവിടുന്ന് ഫോൾ ഡൗൺ ആയി. താഴത്തെ ഈ ഒരു ലെവൽ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു ചെറിയൊരു കറപ്ഷൻ തന്നു. ആ കറപ്ഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റിലേക്ക് നിന്നിട്ടുണ്ട്. ഈ രണ്ട് ട്രേഡ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 10 ട്രേഡ്സ് ആണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 8 ട്രേഡ്സ് പ്രോഫിറ്റ് ആണ്, 2 ട്രേഡ്സ് SL ഹണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ, അതായത് ഈ 8 to 10 എന്നുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും നോക്കാം. സോ ഫോർ മീ ദിസ് ഈസ് അവർ 1 hour A+1. സോ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളൊരു ബൈ പൊസിഷനാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ഓൾസോ. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ടായിട്ട് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫോർ മീ ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ബൈ എൻട്രി പ്ലേസ് ചെയ്യുന്നതാണ്, ലൈക്ക് ദീസ്. ഇനി അതല്ല, മാർക്കറ്റ് ഈ ലെവലിൽ ഡയറക്റ്റ് ഹണ്ട് ചെയ്ത് ഒരു റീടെസ്റ്റ് തരികയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, നിങ്ങളൊരു റിസ്കി ട്രേഡറാണ്, നിങ്ങൾക്കൊരു റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ഇവിടെ ഉണ്ട്. അത് നോട്ട് ഷുവർ, ബിക്കോസ് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മേ ബി ഇവിടെ ഒരു സ്പൈക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ബിക്കോസ് ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. നേരത്തെ ഇതൊരു നല്ല റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു. ഇനി ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വരുന്ന സ്പൈക്കിൻ്റെ മേളിൽ SL വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു TP ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അതിവിടെ ഒരു നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 5 minutes ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ട്രേഡ്സ്. ഓൾമോസ്റ്റ് ഒരു 3 ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ട്രേഡിലെങ്കിലും ഒന്ന് നമുക്ക് കിട്ടിയാൽ മതി. വി ആർ ഹാപ്പി. ദിസ് വൺ, ആൻഡ് ഓക്കെ ദിസ് വൺ. ഓക്കെ, ഇതിൻ്റെ ഓൾമോസ്റ്റ് TPയും കൂടെ ഞാൻ പറയാം. ഫിബ് റിട്രേസ്മെൻറ്റ് വെച്ച് നമുക്ക് ഇതിൻ്റെ TP കാൽക്കുലേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്കിൽ ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ് ഈ ഒരു 3 ട്രേഡ്സ് ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്. നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന്. ഓക്കെ, താങ്ക് യു, ബൈ.